ഗോരഖ്പൂർ 1975. ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ രണ്ട് ചെറുപ്പക്കാര് മുഖാമുഖം നിൽക്കുകയാണ്. ഒരാള് ബ്രാഹ്മണൻ, മറ്റൊരാള് താക്കൂർ. രണ്ടുപേരും സ്റ്റുഡൻസ് ആണ്, രാഷ്ട്രീയത്തിൽ സജീവമാണ്. പക്ഷേ അടുത്ത 20 വർഷം കിഴക്കൻ ഉത്തർപ്രദേശിനെ രക്തത്തിൽ മുക്കിത്താഴ്ത്താൻ പോകുന്നത് ഈ രണ്ടുപേരാണെന്ന് അന്ന് ആരും കരുതിയിട്ടുണ്ടാകില്ല. 10 വർഷത്തിനുള്ളിൽ പൂർവാഞ്ചലിലെ പകുതിയിലധികം സർക്കാർ കോൺട്രാക്റ്റുകളും ഇവരുടെ കൈപ്പിടിയിലായി. 15 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും കൂടി ഏതാണ്ട് 50ഓളം കൊലപാതക കേസുകളിൽ പ്രതികളായി. പക്ഷേ അപ്പോഴും അവര് തോറ്റിരുന്നില്ല. അവർ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് MLA മാരെ. 22 വർഷം കഴിഞ്ഞപ്പോൾ അതിൽ ഒരാള് ലക്നൌവിലെ നടു റോഡിൽ പകൽ വെളിച്ചത്തിൽ വെടിയേറ്റ് മരിച്ചു. ഒരു 1.5 വെടിവെപ്പായിരുന്നു അത്. ഏതാണ്ട് 120 റൗണ്ട് വെടിയുണ്ടകളാണ് AK-47 തോക്കുകളിൽ നിന്ന് അന്ന് പാഞ്ഞത്. അയാളുടെ ശരീരം തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധം ചിന്നിച്ചിതറിപ്പോയിരുന്നു. കൊലയാളികൾ ആ ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്തി മാധ്യമങ്ങൾക്ക് അയച്ചു കൊടുത്തു. അതൊരു തെളിവായിരുന്നു, തങ്ങൾ അയാളെ തീർത്തു എന്നതിൻ്റെ തെളിവ്. ഇത് വെറും രണ്ടുപേരുടെ കഥയല്ല. ഉത്തർപ്രദേശിൽ എങ്ങനെയാണ് ഓർഗനൈസറായിട്ടുള്ള ക്രൈം ഉണ്ടായത് എന്നും അത് രാഷ്ട്രീയവുമായിട്ട് ചേർന്ന് ബാഹുബലി സിസ്റ്റം എങ്ങനെ സൃഷ്ടിച്ചു എന്നുള്ളതിൻ്റെ ഒരു ചരിത്രം കൂടിയാണ്. 4 പതിറ്റാണ്ട് കാലം ദശലക്ഷക്കണക്കിന് ആളുകളെ ഭയത്തിന്റെ നിഴലിൽ നിർത്തിയ ആ മാഫിയ ലോകത്തിന്റെ കഥയാണത്. നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങാം. പൂർവാഞ്ചൽ, അതായത് കിഴക്കൻ ഉത്തർപ്രദേശ്. ബീഹാറിനോട് ചേർന്ന് കിടക്കുന്ന ആ ഒരു പ്രദേശം 970കളുടെ സമയമാണ്. സർക്കാർ വലിയ വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾ അനൗൺസ്മെന്റ് ചെയ്യുന്ന കാലമാണ്. കൽക്കരി ഖനനം, റെയിൽവേ കൺസ്ട്രക്ഷൻ, സ്ക്രാപ്പ് ബിസിനസ്, മദ്യക്കച്ചവടം, ഇതൊക്കെ കോടികളുടെ ഇടപാടുകളാണ്. അന്നത്തെ കാലത്ത് 100 കോടി എന്നൊക്കെ പറഞ്ഞാലേ അത് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും വലിയ തുകയാണ്. പൂർവാഞ്ചലിലെ എല്ലാ കോൺട്രാക്ടർമാർക്കും ഇതിൽ ഒരു പങ്ക് വേണം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ മത്സരം ഭയങ്കര കടുത്തതാണ്. ലീഗലായിട്ടുള്ള ലേലം വിളികൾക്ക് വലിയ താമസം വരും. കോടതികൾ അഴിമതിയിൽ മുങ്ങിയിരിക്കുകയാണ്. രാഷ്ട്രീയക്കാർക്ക് കൈക്കൂലി കൊടുക്കണം. അതുകൊണ്ട് കോൺട്രാക്ടർമാർ എളുപ്പവഴികൾ നോക്കാൻ തുടങ്ങി. അവർക്ക് മസിൽ പവർ ആവശ്യമായിരുന്നു. എതിരാളികളെ പേടിപ്പിക്കാനും സർക്കാർ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുപ്പിക്കാനും ഒക്കെ ഗുണ്ടകളെ ആവശ്യമായിട്ട് വന്നു. അങ്ങനെയാണ് ഓർഗനൈസ്ഡ് ക്രൈം അവിടെ വളരുന്നത്. ഇത് ദാരിദ്ര്യം കൊണ്ട് ഉണ്ടായ തെരുവ് ഗുണ്ടകളല്ല, മറിച്ച് സർക്കാർ കോൺട്രാക്റ്റുകൾ പിടിച്ചെടുക്കാൻ വേണ്ടി വളർത്തിയെടുത്ത ഗുണ്ടാ സംഘങ്ങളാണ്. ഈ കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയ 2 പേരുകളാണ് ഹരിശങ്കർ തിവാരിയും വീരേന്ദ്ര പ്രതാപ് ഷാഹിയും. തിവാരി ജനിച്ചത് 1933 ഗോരഖ്പൂരിലെ താണ്ട എന്ന ഗ്രാമത്തിൽ. അയാളൊരു ബ്രാഹ്മണനായിരുന്നു. ഗോരഖ്പൂർ യൂണിവേഴ്സിറ്റിയിലെ രാഷ്ട്രീയത്തിലൂടെയാണ് അയാൾ വളർന്നു വന്നത്. ആളെ കൂട്ടാനും റാലികൾ നടത്താനും നെറ്റ്വർക്ക് ഉണ്ടാക്കാനും അയാൾക്ക് പ്രത്യേക കഴിവുണ്ടായിരുന്നു. വീരേന്ദ്ര പ്രതാപ് ഷാഹി ജനിച്ചത് 1947 അയാളൊരു താക്കൂറായിരുന്നു. ഇവർ രണ്ടുപേരും തുടക്കം മുതലേ ശത്രുക്കളായിരുന്നു. അത് വെറും രാഷ്ട്രീയ ശത്രുത മാത്രമല്ല, കൃത്യമായിട്ടുള്ള ജാതി വൈരാഗ്യം കൂടിയായിരുന്നു. ബ്രാഹ്മണൻ വേഴ്സസ് താക്കൂർ. ഈ ഒരു ശത്രുത അടുത്ത 20 വർഷം പൂർവാഞ്ചലിനെ വിറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഏതാണ്ട് 50ഓളം പേരുടെ ജീവനെടുത്തു. 70കളുടെ അവസാനം ആയപ്പോഴേക്കും ഇവർ രണ്ടുപേരും വെറും രാഷ്ട്രീയക്കാരിൽ നിന്ന് ക്രിമിനലുകളായിട്ട് മാറുകയായിരുന്നു. സർക്കാർ കോൺട്രാക്റ്റുകൾ ഒതുക്കി തീർക്കുന്നില്ലായിരുന്നു തിവാരിയുടെ താല്പര്യം എന്ന് പറയുന്നത്. എവിടെയൊക്കെ വലിയ ടെൻഡറുകൾ വരുന്നുണ്ടെന്ന് അയാൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. എന്നിട്ട് തൻ്റെ ആളുകളെ വിട്ട് മറ്റു കോൺട്രാക്ടർമാരെ പേടിപ്പിക്കും. ലേലത്തിൽ പങ്കെടുക്കാൻ ആരെയും അനുവദിക്കില്ല. അങ്ങനെ ആ കോൺട്രാക്ട് തിവാരിക്കോ അയാളുടെ ആളുകൾക്കോ ലഭിക്കും. ഇതിൽ 30 മുതൽ 40% വരെ കമ്മീഷൻ തിവാരി എടുക്കും. 80കൾ ആയപ്പോഴേക്കും അയാൾ ഓരോ വർഷവും കോടികൾ സമ്പാദിക്കാൻ തുടങ്ങി. അതോടൊപ്പം രാഷ്ട്രീയ ബന്ധങ്ങളും വളർത്തി. കോൺഗ്രസ് നേതാക്കൾക്ക് ഇയാളെ ആവശ്യമായിരുന്നു. ഇലക്ഷൻ സമയത്ത് വോട്ട് പിടിക്കാനും മസിൽ പവർ കാണിക്കാനും അവർ തിവാരിയെ നല്ല രീതിയിൽ ഉപയോഗിച്ചിരുന്നു. ഷാഹിയും ഇതേ വഴി തന്നെയാണ് തെരഞ്ഞെടുത്തത്. പക്ഷേ അയാളുടെ പിന്നിൽ വേറെ ചില രാഷ്ട്രീയക്കാരായിരുന്നു. അക്കാലത്തെ മന്ത്രിയായിരുന്ന വീർ ബഹാദൂർ സിംഗിന്റെ പിന്തുണ ഷാഹിക്കുണ്ടായിരുന്നു. ഠാക്കൂർ വോട്ടുകൾ ഷാഹിയുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത്. തിവാരിയുടെ അതേ രീതിയിൽ തന്നെയാണ് ഷാഹിയും പിന്തുടർന്നത്. ഭീഷണിപ്പെടുത്തൽ, തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകം, വലിയ പ്രൊജക്ടുകൾക്ക് വേണ്ടി 2 സംഘങ്ങളും ഏറ്റുമുട്ടി. സമാധാനപരമായിട്ടുള്ള ചർച്ചകൾ നടക്കാത്ത ഇടങ്ങളിൽ അവർ തോക്കെടുത്തു. 1980കളിൽ സംഗതികൾ കൂടുതൽ വഷളായി തുടങ്ങി. അയാളൊരു ഠാക്കൂറായിരുന്നു.
ഇതിനു പിന്നിൽ ബ്രാഹ്മണരാണെന്ന് ഠാക്കൂറുകൾ സംശയിച്ചിരുന്നു. ഈ കൊലപാതകത്തോടെ ഷാഹി ഠാക്കൂറുകളുടെ അനിഷേധ നേതാവായിട്ട് മാറുകയായിരുന്നു. അയാള് തിവാരിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അടുത്ത 17 വർഷം പൂർവാഞ്ചൽ ഒരു യുദ്ധക്കളമായിട്ട് മാറുകയായിരുന്നു. പകൽ വെളിച്ചത്തിൽ രണ്ട് സംഘങ്ങളും തമ്മിലെ തെരുവില് വെടിയുതിർത്തു. റോഡ് പണിയാനും പെട്രോൾ പമ്പ് നടത്താനും റെയിൽവേയിലെ ആക്രി സാധനങ്ങൾ വിൽക്കാനുമൊക്കെ അവർ പരസ്പരം മത്സരിച്ചു. പരസ്പരം ആളുകളെ കൊന്നു, ബോംബെറിഞ്ഞു, കുടുംബാംഗങ്ങളെ തട്ടിക്കൊണ്ടുപോയി. അതൊരു വലിയ യുദ്ധം തന്നെയായിരുന്നു. ഇതിലെ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? ഈ രണ്ടുപേരും ഡസൻ കണക്കിന് കൊലപാതക കേസുകൾ പ്രതികൾ ആയിരിക്കുമ്പോഴാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ളതാണ്. 980 വീരേന്ദ്ര പ്രതാപ് ഷാഹി ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ലക്ഷ്മിപൂർ മണ്ഡലത്തിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് അയാൾ നിന്നത്. അയാൾ ജയിച്ചു. തിവാരിയുടെ അടുത്ത ആളായിട്ടുള്ള അമർമണി ത്രിപാഠിയാണ് അയാൾ തോൽപ്പിച്ചത്. അങ്ങനെ ഷാഹി ഒരു MLA ആയി മാറി. അയാളൊരു ക്രിമിനൽ ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ എല്ലാവരും വോട്ട് ചെയ്തത്. അയാൾ ആളുകളെ കൊന്നിട്ടുണ്ടെന്ന് അവർക്ക് അറിയാമായിരുന്നു. പക്ഷേ അയാൾക്ക് പവറുണ്ട്. കാര്യങ്ങൾ നടത്താൻ അയാളെ കൊണ്ട് കഴിയും. തങ്ങളുടെ ജാതിക്കാരെ അയാൾ സംരക്ഷിക്കും എന്ന് അവർ വിശ്വസിച്ചു. അക്രമാസക്തമായിട്ടുള്ള ആ രാഷ്ട്രീയത്തെ ജനങ്ങൾ സ്വീകരിച്ചു തുടങ്ങി. 985 ഹരിശങ്കർ തിവാരിയും ഇതേ വഴി സ്വീകരിച്ചു. ചില്ലുപ്പറ സീറ്റിൽ നിന്ന് അയാൾ മത്സരിച്ചു. അവിടെയാണ് വലിയൊരു ട്വിസ്റ്റ് ഉള്ളത്. തിവാരി അന്ന് ജയിലിലായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കണം ഒരാൾ ജയിലിൽ ഇരുന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് അയാൾ നിയമസഭയിലെത്തി. ആലോചിച്ചു നോക്കൂ, കൊലപാതക കേസുകളിൽ പ്രതിയായി ജയിലിൽ കിടക്കുന്ന ഒരാളെ ജനങ്ങൾ അവരുടെ പ്രതിനിധിയായിട്ട് തെരഞ്ഞെടുക്കുന്നു. ഇത് വെറുമൊരു അബദ്ധമായിരുന്നില്ല. പൂർവാഞ്ചലിൽ അതൊരു നോർമൽ കാര്യമായിട്ട് മാറി. 980 മുതൽ 97 വരെ നീണ്ട ഈ തിവാരി ഷാഹി യുദ്ധത്തിൽ ഔദ്യോഗികമായിട്ട് ഏതാണ്ട് 50ഓളം പേര് കൊല്ലപ്പെട്ടു. ശരിക്കുമുള്ള കണക്ക് ഇതിലും കൂടുതലായിരിക്കും. പല കൊലപാതകങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വയലൻസ് അത്രയും ഭീകരമായിരുന്നു. അതുകൊണ്ട് തന്നെ പൂർവാഞ്ചലിനെ കിഴക്കിന്റെ ഷിക്കാഗോ എന്നും ഇറ്റലിയിലെ സിസിലി എന്നുമൊക്കെ വിളിക്കാൻ തുടങ്ങി. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും ഈ ഗാങ് വാറിനെ കുറിച്ച് എഴുതാൻ തുടങ്ങി. അമേരിക്കയിലെ പഴയ മാഫിയ യുദ്ധങ്ങളോടാണ് അവർ ഇതിനെ ഉപമിച്ചത്. എന്നിട്ടും ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ്. കാരണം ഗവൺമെന്റിനും ഇതിൽ പങ്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയക്കാരും ക്രിമിനലുകളും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് അറിയണമോ? തിവാരി പല ഗവൺമെന്റുകളും ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു. 97 കല്യാൺ സിംഗ് ഗവൺമെന്റിലെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആയിരുന്നു അയാള്. 2000 റാം പ്രകാശ് ഗുപ്തയുടെ ഗവൺമെന്റിൽ സ്റ്റാമ്പ് ആൻഡ് രജിസ്ട്രേഷൻ മന്ത്രിയായിട്ട് ആൾ മാറി. 2001 രജനാഥ് സിംഗ് ഗവൺമെന്റിൽ സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്റ്റർ. 2002 മായാവതി ഗവൺമെന്റിലും അയാൾ മന്ത്രിയായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കൊലപാതക കേസുകൾ തലയിലുള്ള ഒരാൾ ഗവൺമെന്റിന്റെ പോളിസികൾ തീരുമാനിക്കുന്നു, ബജറ്റുകൾ നിയന്ത്രിക്കുന്നു. കോൺഗ്രസ്, BJP, BSP, സമാജ്വാദ് പാർട്ടി തുടങ്ങിയ എല്ലാ പാർട്ടികളും അയാളെ ഉപയോഗിച്ചു. കാരണം അയാൾക്ക് വോട്ടുണ്ട്, അയാൾക്ക് മസിൽ പവറുണ്ട്. തിവാരി തന്റെ അധികാരം ഒട്ടും മറച്ചു വെച്ചില്ല. ഗോരഖ്പൂരിലെ അയാളുടെ വീടിനെ തിവാരി ഹദ എന്നാണ് വിളിച്ചിരുന്നത്. അതൊരു കോട്ടയായിരുന്നു. സായുധരായിട്ടുള്ള കാവൽക്കാരും വലിയ ഗേറ്റുകളും ഒക്കെയുള്ള ഒരു വലിയ കൊട്ടാരം. രാഷ്ട്രീയക്കാരും കോൺട്രാക്ടർമാരും ഗുണ്ടകളുമൊക്കെ തിവാരി ഹത്തയിൽ വന്നു. കാര്യങ്ങൾ സാധിക്കാനും ഡീലുകൾ ഉറപ്പിക്കാനുമൊക്കെ അവരവിടെ ക്യൂ നിൽക്കാൻ തുടങ്ങി. ശരിക്കുള്ള ഗവൺമെന്റ് ഓഫീസ് എവിടെയാണെങ്കിലും അധികാരം മുഴുവൻ ഒഴുകിയത് തിവാരി ഹദയിൽ നിന്നായിരുന്നു. ഷാഹിയുടെ കാര്യവും വ്യത്യസ്തമായിരുന്നില്ല. അയാളുടെ താവളവും ഇതുപോലെ സുരക്ഷിതമായിരുന്നു. രാം സേവക് സിംഗ് എന്നൊരു ഗുണ്ടാ സംഘം കൊല്ലപ്പെട്ടു. തോക്കുകളേന്തിയ ആളുകളുടെ അകമ്പടിയോടെയാണ് അയാൾ സഞ്ചരിച്ചിരുന്നത്. അയാൾക്ക് രാഷ്ട്രീയ സംരക്ഷണം ഉണ്ടായിരുന്നു, പണം ഉണ്ടായിരുന്നു. അക്രമം സഹിക്കാവുന്നതിലും അപ്പുറമായപ്പോൾ 986 അന്നത്തെ മുഖ്യമന്ത്രി വീർ ബഹാദൂർ സിംഗ് ഒരു പുതിയ നിയമം കൊണ്ടുവരികയാണ്, ഗാങ്സ്റ്റർ ആക്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഗാങ്സ്റ്റർമാരെ നേരിടാൻ ഇങ്ങനെയൊരു നിയമം ഉണ്ടാകുന്നത്. ഗാങ്സ്റ്റർമാരെ വിചാരണയില്ലാതെ തടങ്കലിൽ വെക്കാനും അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുമൊക്കെയുള്ള ഈ നിയമം പോലീസിന് കൂടുതൽ അധികാരം നൽകി. പക്ഷേ ഇതിനും ഒരു മറുപുറമുണ്ട്. ഈ നിയമം കൊണ്ടുവന്ന മുഖ്യമന്ത്രി വീർ ബഹാദൂർ സിംഗ് തന്നെയായിരുന്നു ഷാഹിയുടെ ഗോഡ് ഫാദർ. അതുകൊണ്ട് തന്നെ ഈ നിയമം സത്യത്തിലെ ഷാഹിയല്ല, അയാളുടെ ശത്രുവായിട്ടുള്ള തിവാരിയെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. നിയമത്തെ പോലും തങ്ങളുടെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ അവർ ഉപയോഗിച്ചു. 90കളുടെ പകുതിയോടെ പുതിയൊരു പ്ലെയർ രംഗത്തെത്തി, ശ്രീപ്രകാശ് ശുക്ല. 1973 അയാൾ ജനിച്ചത്. തിവാരിയേക്കാളും ഷാഹിയേക്കാളും പ്രായം കുറഞ്ഞവനായിരുന്നു അയാൾ. പക്ഷേ അവരെക്കാളും ക്രൂരനായിരുന്നു. അയാളൊരു പ്രൊഫഷണൽ ഹിറ്റ്മാൻ ആയിരുന്നു.
അയാൾക്ക് രാഷ്ട്രീയ ബന്ധങ്ങളുണ്ടാക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അയാൾ പണത്തിന് വേണ്ടിയിട്ട് ആരെയും കൊല്ലും. സുപാരി കില്ലിങ്സ് ആയിരുന്നു അയാളുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. രാഷ്ട്രീയക്കാരോ ബിസിനസ്സുകാരോ ഗുണ്ടകളോ ആരുമാകട്ടെ, കൂടുതൽ പണം തരുന്നവർക്ക് വേണ്ടിയിട്ട് അയാൾ കൊലപാതകങ്ങൾ നടത്തി. 23 വയസ്സായപ്പോഴേക്കും അയാൾ ചുരുങ്ങിയത് 8 പേരെയെങ്കിലും കൊന്നിട്ടുണ്ടാകും. പക്ഷേ അയാൾക്ക് കൂടുതൽ വേണമായിരുന്നു. പൂർവാഞ്ചലിലെ ഒന്നാമനാകാൻ അയാൾ തീരുമാനിച്ചു. അതിനെ ഷാഹിയെ കൊല്ലണമായിരുന്നു. 1997 മാർച്ച് 31 വീരേന്ദ്ര പ്രതാപ് ഷാഹി ലക്നൌവിലുണ്ടായിരുന്നു. ഇന്ദിരാനഗറിലൂടെ കാർ ഓടിച്ചു പോകുമ്പോൾ ഒരു വാഹനം അയാളുടെ വഴി തടഞ്ഞു. ശ്രീപ്രകാശ് ശുക്ല കയ്യിലൊരു AK-47 തോക്കുമായിട്ട് പുറത്തിറങ്ങി. പിന്നെ അങ്ങോട്ടൊരു വെടിക്കെട്ടായിരുന്നു. 120ഓളം റൗണ്ട് വെടിയുണ്ടകൾ. ഷാഹിയുടെ ശരീരം തകർന്നുപോയി. നെഞ്ചിലും തലയിലും കൈകാലുകളിലും വെടിയുണ്ടകൾ തറച്ചു കയറി. രക്തം പുഴ പോലെ ഒഴുകി. ശുക്ല അവിടെ നിർത്തിയില്ല. അയാൾ തൻ്റെ തോക്കിലെ തിരകൾ മുഴുവനും ഷാഹിയുടെ ശരീരത്തിലേക്ക് ഒഴുക്കി. എന്നിട്ട് ഷാഹിയുടെ നെഞ്ചിൽ ചവിട്ടി താൻ ജയിച്ചു എന്ന് പ്രഖ്യാപിച്ചു. ഈ കൊലപാതകം അയാൾ വീഡിയോയിൽ പകർത്തി മാധ്യമങ്ങൾക്ക് അയച്ചു കൊടുത്തു. ഉത്തർപ്രദേശിലെ ഒരു ഗ്യാങ് വാറിൽ ആദ്യമായിട്ടാണ് AK-47 ഉപയോഗിക്കുന്നത്. അണ്ടർവേൾഡ് ഇനി വെറും നാടൻ തോക്കുകളല്ല കളിക്കുന്നതെന്ന് അതോടെ എല്ലാവർക്കും മനസ്സിലായി. ഷാഹിയെ കൊന്ന ശേഷം ശുക്ലയുടെ അഴിഞ്ഞാട്ടമായിരുന്നു. 98 മെയ് മാസത്തിൽ ലക്നൌവിൽ നിന്നുള്ള ഒരു ബിസിനസ്സുകാരൻ്റെ മകൻ കുനാൽ രസ്തോഗിയെ അയാൾ തട്ടിക്കൊണ്ടുപോയി. കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിച്ച അച്ഛനെ ശുക്ല വെടിവെച്ച് കൊന്നു. 5 കോടി രൂപ മോചനദ്രവ്യം വാങ്ങിയ ശേഷമാണ് അയാൾ കുട്ടിയെ വിട്ടയച്ചത്. ജൂലൈ മാസത്തിലെ ബീഹാർ മന്ത്രി ബ്രിജ് ബിഹാരി പ്രസാദിനെ കൊല്ലാനെ ശുക്ലയ്ക്ക് കൊട്ടേഷൻ കിട്ടി. പട്നയിലെ ഒരു ഹോസ്പിറ്റലിൽ പേഷ്യൻ്റായി നടിച്ച് അയാൾ കയറിപ്പറ്റി. എന്നിട്ട് ആ മന്ത്രിയെ അവിടെ വെച്ച് വെടിവെച്ച് കൊന്നു. ഒരു മന്ത്രിയെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വെച്ച് കൊന്നിട്ട് ശുക്ല അനായാസം രക്ഷപ്പെട്ടു. പക്ഷേ ശുക്ലയ്ക്ക് ഒരു അബദ്ധം പറ്റി. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി കല്യാൺ സിംഗിനെ കൊല്ലാനെ അയാൾ ഒരു കൊട്ടേഷൻ എടുത്തു. 8 കോടി രൂപയായിരുന്നു പ്രതിഫലം. ഒരു മുഖ്യമന്ത്രിയെ കൊല്ലാൻ പോലും അയാൾ മടിച്ചില്ല. പക്ഷേ ഇന്റലിജൻസ് ഇത് മണത്തറിഞ്ഞു. കല്യാൺ സിംഗ് ഉടനെ തന്നെ ADG അജയ് രാജ് ശർമ്മയെ വിളിച്ചു വരുത്തി. ശുക്ലയെ പിടിക്കാൻ വേണ്ടി മാത്രം ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് STF രൂപീകരിച്ചു. 98 സെപ്റ്റംബർ 22 ഡൽഹിയിൽ വെച്ച് അവർ ശുക്ലയെ വളഞ്ഞു. ഗാസിയാബാദിലുള്ള തൻ്റെ കാമുകിയെ കാണാൻ വന്നതായിരുന്നു അയാൾ. അവിടെ വെച്ചുണ്ടായിട്ടുള്ള എൻകൗണ്ടറിൽ ശുക്ല കൊല്ലപ്പെട്ടു. 126 വെടിയുണ്ടകളാണ് അയാൾക്കെതിരെ പോലീസ് അന്ന് പ്രയോഗിച്ചത്. മരിക്കുമ്പോൾ അയാൾക്ക് വെറും 25 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ശുക്ലയുടെ മരണശേഷം അയാളുടെ രാഷ്ട്രീയ ബന്ധങ്ങൾ പുറത്തു വന്നു. അമർമണി ത്രിപാഠി ആയിരുന്നു അയാളുടെ ഗോഡ് ഫാദർ. മായാവതി ഗവൺമെന്റിലെ പലരും അയാൾക്ക് ഒളിത്താവളങ്ങൾ ഒരുക്കി കൊടുത്തിരുന്നു. ശുക്ലയുടെ മരണത്തിന് പ്രതികാരമായിട്ട് അയാളുടെ സംഘം പ്രീതം സിംഗ് എന്നൊരു STF അംഗത്തെ വെടിവെച്ച് കൊന്നിരുന്നു. നിയമത്തെ വെല്ലുവിളിക്കാൻ തങ്ങൾ തയ്യാറാണെന്നുള്ള സന്ദേശമാണ് അവരെന്ന് നൽകിയത്. പക്ഷേ ഗോരഖ്പൂർ ഗ്യാങ് വാർ മാത്രമല്ല ഉത്തർപ്രദേശിലെ ക്രിമിനൽ ലോകം എന്ന് പറയുന്നത്. അതേസമയം തന്നെ ചമ്പൽ കാടുകളിലും വേറൊരു മാഫിയ വളർന്നു വരുന്നുണ്ടായിരുന്നു. അവര് ഡാക്കുകൾ അഥവാ കൊള്ളക്കാരായിരുന്നു. ചമ്പലിലെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള കൊള്ളക്കാരനായിരുന്നു ശിവകുമാർ പട്ടേൽ എന്ന ദതുവ. ചിത്രകൂടിലെ ഒരു കർഷക കുടുംബത്തിലാണ് ദതുവ ജനിച്ചത്. ഒരു തർക്കത്തെ തുടർന്ന് 78 അയാൾ കൊള്ളക്കാരനായിട്ട് മാറി. അടുത്ത 30 വർഷം അയാൾ ആ പ്രദേശം ഭരിച്ചു. 400-ലധികം കേസുകൾ അയാൾക്കെതിരെ ഉണ്ടായിരുന്നു. 200ഓളം കൊള്ളകൾ, 150ഓളം കൊലപാതകങ്ങൾ. പക്ഷേ പഴയ കൊള്ളക്കാരെ പോലെയല്ലായിരുന്നു ദതുവ. അയാൾക്ക് രാഷ്ട്രീയത്തിന്റെ പവർ അറിയാമായിരുന്നു. പാവങ്ങളെ സഹായിക്കുന്ന ഒരു റോബിൻഹുഡ് ഇമേജ് അയാൾ ഉണ്ടാക്കിയെടുത്തു. 500ഓളം ഗ്രാമങ്ങളിൽ അയാൾക്ക് സ്വാധീനമുണ്ടായിരുന്നു. ഏതാണ്ട് 10 ലോക്സഭാ സീറ്റുകളിലും ഡസൻ കണക്കിന് നിയമസഭാ മണ്ഡലങ്ങളിലും ദതുവ പറഞ്ഞാൽ ആരും വോട്ട് ചെയ്യും. ദതുവയുടെ അനുഗ്രഹമില്ലാതെ ബുദ്ദേൽഖണ്ഡിൽ ആർക്കും ജയിക്കാൻ കഴിയില്ലെന്ന് രാഷ്ട്രീയക്കാർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ സമാജ്വാദ് പാർട്ടിയും BSPയും ഒക്കെ അയാളുടെ പിന്നാലെ നടന്നു. അയാൾ ഒരു കിങ് മേക്കർ ആയിരുന്നു. 2005 നടന്ന ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ദതുവയുടെ മകന് വീർ സിംഗ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. വേറൊരു കൊള്ളക്കാരന്റെ അമ്മായി ഡെപ്യൂട്ടി ചെയർമാനുമായി. അതായത് കോടികളുടെ ഗവൺമെന്റ് ഫണ്ടുകൾ ഇനി നേരിട്ട് കൊള്ളക്കാരുടെ കയ്യിലേക്കാണ് വരുന്നത്. ദതുവ തന്റെ കുടുംബാംഗങ്ങളെ രാഷ്ട്രീയത്തിലിറക്കി. അയാളുടെ മകൻ സമാജ്വാദ് പാർട്ടിയുടെ MLA ആയിട്ട് മാറി. അനന്തരവനും MLA ആയി. അതൊരു രാഷ്ട്രീയ ഡൈനാസ്റ്റി ആയിട്ട് മാറുകയാണ്. പക്ഷേ 2006 മായാവതി മുഖ്യമന്ത്രി ആയപ്പോൾ കാര്യങ്ങൾ മാറി. കൊള്ളക്കാരെ അടിച്ചമർത്താൻ അവർ STFനെ അയച്ചു. 2007 ജൂലൈ 22 പോലീസ് ദതുവയെ വളഞ്ഞു. ആ എൻകൗണ്ടറിൽ അയാൾ കൊല്ലപ്പെട്ടു.
വർഷങ്ങളോളം പ്രദേശം ഭരിച്ച ദത്തുവയുടെ സാമ്രാജ്യം അവിടെ അവസാനിച്ചു. മായാവതി STF ടീമിന് വലിയ പാരിതോഷികങ്ങൾ അന്ന് നൽകിയിരുന്നു. ചമ്പലിലെ കൊള്ളക്കാർ അവസാനിച്ചപ്പോൾ ഗാസിപൂരിലും വാരണാസിയിലും മൗലുമൊക്കെ പുതിയൊരു ഗാങ്സ്റ്റർ വിഭാഗം ഉയർന്നു വന്നു. ഇവർ പഴയ തലമുറയേക്കാൾ വിദ്യാസമ്പന്നരും കൂടുതൽ പവർഫുള്ളുമായിരുന്നു. അവരിൽ ഏറ്റവും പേടിപ്പെടുത്തിയ രണ്ടുപേരായിരുന്നു മുക്താർ അൻസാരിയും അത്തീഖ് അഹമ്മദും. ആദ്യം നമുക്ക് മുക്താർ അൻസാരിയെ കുറിച്ച് സംസാരിക്കാം. 1963 അയാൾ ജനിച്ചത്. അയാളുടെ കുടുംബ പശ്ചാത്തലം നോക്കിയാലേ നിങ്ങൾ ഞെട്ടിപ്പോകും. അയാളുടെ മുത്തശ്ശൻ മുക്താർ അഹമ്മദ് അൻസാരി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു. മുസ്ലിം ലീഗിന്റെയും പ്രസിഡന്റ് ആയിരുന്നു. അയാളുടെ കുടുംബത്തിലെ മറ്റൊരാള് ഇന്ത്യൻ ആർമിയിലെ ഒരു വലിയ ഓഫീസറായിരുന്നു. അയാളുടെ ഉപ്പ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരുന്നു. ഇത്രയും ഉന്നതവും വിദ്യാസമ്പന്നവുമായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് മുക്താർ വരുന്നത്. പക്ഷേ അയാൾ തെരഞ്ഞെടുത്തത് ക്രിമിനൽ വഴിയായിരുന്നു. 15-ാം വയസ്സിൽ തന്നെ അയാൾ ആദ്യത്തെ കേസിൽ പ്രതിയായി. 86 ആയപ്പോഴേക്കും കൊലപാതക കേസായി. ഗാസിപൂരിലെ ക്രിമിനൽ സംഘങ്ങളിൽ അയാൾ സജീവമായി. അവിടെ വെച്ചാണ് അയാൾ തന്റെ ബദ്ധവരിയായിട്ടുള്ള ബ്രിജേഷ് സിംഗിനെ കാണുന്നത്. അടുത്ത 20 വർഷം ഇവർ തമ്മിലുള്ള പക പൂർവാഞ്ചലിനെ വിറപ്പിച്ചിരുന്നു. ഇതൊരു ഗാങ് വാർ മാത്രമല്ല, ജാതിയും രാഷ്ട്രീയവും ചേർന്ന ഒന്നായിരുന്നു. ബ്രിജേഷ് സിംഗിന് കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയുള്ളപ്പോൾ മുക്താറിന് സമാജ്വാദ് പാർട്ടിയുടെയും പിന്നീട് BSPയുടെയും പിന്തുണ കിട്ടി. 90-കളായപ്പോഴേക്കും മുക്താറിന്റെ ബന്ധങ്ങൾ വിദേശത്തേക്ക് വളർന്നു. ദാവൂദ് ഇബ്രാഹിമിന്റെ സംഘവുമായിട്ട് അയാൾക്ക് ബന്ധമുണ്ടായിരുന്നു. ഇത് അയാൾക്ക് വലിയ കരുത്തായിട്ട് മാറുകയായിരുന്നു. മുംബൈയിൽ നിന്ന് വാടക കൊലയാളികളെ കൊണ്ടുവരാനും AK-47 തോക്കുകൾ സംഘടിപ്പിക്കാനും അയാൾക്ക് കഴിഞ്ഞിരുന്നു. പൂർവാഞ്ചൽ മാഫിയ ഇപ്പോൾ ഇന്റർനാഷണൽ ആയിട്ട് മാറിയിരിക്കുന്നു. 95-ലെ മുക്താർ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചു. മൗ മണ്ഡലത്തിൽ നിന്ന് അയാൾ 5 തവണ MLA ആയിട്ട് മാറി. ഏതാണ്ട് 26 വർഷം നിയമസഭാ അംഗമായിരുന്നു അയാൾ. ആ സമയത്തൊക്കെ അയാൾക്കെതിരെ 61ഓളം ക്രിമിനൽ കേസുകൾ ഉണ്ടായിരുന്നു. കൊലപാതകം, ഭീഷണിപ്പെടുത്തൽ, മയക്കുമരുന്ന് കടത്ത്, ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ. എന്നിട്ടും അയാൾ ഒരു പോറിലും ഏൽക്കാതെ നടന്നു. മുക്താർ അൻസാരി നടത്തിയ ഏറ്റവും ക്രൂരമായിട്ടുള്ള കൊലപാതകം BJP MLA കൃഷ്ണാനന്ദ് റായുടേതായിരുന്നു. 2005 നവംബർ 29 കൃഷ്ണാനന്ദ് റായുടെ വാഹന വ്യൂഹത്തിന് നേരെ 6 AK-47 തോക്കുകളാണ് ഒരേ സമയം വെടിയുതിർത്തത്. 500ഓളം വെടിയുണ്ടകളാണ് അവിടെ പാഞ്ഞത്. കൃഷ്ണാനന്ദ് റായുടെ ശരീരത്തിൽ നിന്ന് മാത്രം 21 വെടിയുണ്ടകൾ പോലീസ് കണ്ടെടുത്തു. അയാളുടെ കൂടെ ഉണ്ടായിരുന്ന 6 പേരും കൊല്ലപ്പെട്ടു. എല്ലായിടത്തും രക്തം മാത്രം. അതൊരു കൊലപാതകം ആയിരുന്നില്ല, അതൊരു കൂട്ടക്കൊലയായിരുന്നു. ഇതിലെ ഏറ്റവും ഭീകരമായിട്ടുള്ള സത്യം എന്താണെന്നറിയോ? ഈ കൊലപാതകം നടക്കുമ്പോൾ മുക്താർ അൻസാരി ജയിലിലായിരുന്നു എന്നുള്ളതാണ്. ജയിലിനുള്ളിൽ നിന്ന് അയാൾ ഫോണിലൂടെയാണ് ഇതെല്ലാം പ്ലാൻ ചെയ്തത്. തന്റെ ആളുകളോട് കൃഷ്ണാനന്ദ റായുടെ തലമുടി വെട്ടിയിട്ട് ഒരു ട്രോഫി പോലെ കൊണ്ടുവരാൻ അയാൾ ആവശ്യപ്പെട്ടു. ആ മുടി ജയിലിൽ മുക്താറിനെ എത്തിച്ചു കൊടുത്തു. ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും 2019 CBI കോടതി അയാളെ വെറുതെ വിട്ടു. കാരണം സാക്ഷികൾ എല്ലാവരും പേടിച്ച് മൊഴി മാറ്റി. ആരെങ്കിലും മുക്താറിനെതിരെ മൊഴി കൊടുത്താലേ അവര് പിന്നെ ജീവനോടെ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അതായിരുന്നു അയാളുടെ പവർ എന്ന് പറയുന്നത്. ആ കൊലപാതകം കഴിഞ്ഞ് 18 വർഷം കഴിഞ്ഞാണ് മുക്താർ അൻസാരി ശിക്ഷിക്കപ്പെടുന്നത്. യോഗി ആദിത്യനാഥ് അധികാരത്തിൽ വന്ന ശേഷം കൃഷ്ണാനന്ദ റായുടെ മകൻ നടത്തിയ നിയമ പോരാട്ടത്തിന്റെ ഫലമായിരുന്നു അത്. പക്ഷേ കൃഷ്ണാനന്ദ റായിയെ മാത്രമല്ല അയാൾ കൊന്നത്. 91 കോൺഗ്രസ് നേതാവ് അബദേഷ് റായിയെ അയാൾ വെടിവെച്ച് കൊന്നു. ബ്രിജേഷ് സിംഗിന്റെ അച്ഛനെ കൊന്നു. മുക്താറിന്റെ ശത്രുക്കളായിട്ട് ആരുണ്ടോ അവരെയൊക്കെ അയാൾ ഇല്ലാതെയാക്കി. 2000 ആയപ്പോഴേക്കും മുക്താർ അൻസാരിക്ക് 500 കോടിയോളം രൂപയുടെ ആസ്തി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പല സംസ്ഥാനങ്ങളിലും അയാൾക്ക് ഭൂമികൾ ഉണ്ടായിരുന്നു. അയാളുടെ മക്കള് വിദേശത്ത് പഠിച്ചു. ഭാര്യ ബിസിനസ്സുകൾ നോക്കി നടത്താൻ തുടങ്ങി. ഒരു NGO വരെ അയാൾ തുടങ്ങിയിരുന്നു. പാവങ്ങളെ സഹായിക്കുന്ന ആളാണെന്ന് കാണിക്കാനായിരുന്നു അത്. തന്റെ ക്രിമിനൽ ഇമേജ് മാറ്റിയിട്ട് ഒരു ബിസിനസ്സുകാരനായിട്ടും മനുഷ്യ സ്നേഹിയുമായിട്ട് അറിയപ്പെടാൻ അയാൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ 2017 യോഗി ആദിത്യനാഥ് വന്നപ്പോൾ കളി മാറുകയാണ്. യോഗിക്ക് ചർച്ചകളിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾ എൻകൗണ്ടർ രീതികളാണ് സ്വീകരിച്ചിരുന്നത്. ബുൾഡോസറുകൾ മുക്താറിന്റെ സാമ്രാജ്യത്തിലേക്ക് ഇരിച്ചു കയറുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ സർക്കാർ കണ്ടുകെട്ടി. അയാളുടെ ഗുണ്ടാ സംഘത്തിലെ പലരെയും അറസ്റ്റ് ചെയ്തു. മുക്താറിനെ പല ജയിലുകളിലേക്ക് മാറ്റുകയും ചെയ്തു. ജയിലിനുള്ളിലും അയാൾ പോലീസിനെ വെല്ലുവിളിച്ചു. പക്ഷേ ഒടുവിൽ 2024 മാർച്ച് 28 മുക്താർ അൻസാരി ജയിലിൽ വെച്ചിട്ട് ഹൃദയാഘാതം മൂലം മരിച്ചു. ഒരു വലിയ രാഷ്ട്രീയ കുടുംബത്തിൽ ജനിച്ച അയാൾ ഒരു ക്രിമിനലായിട്ട് ജയിലിനുള്ളിൽ ഒടുങ്ങിപ്പോയി. 40 വർഷത്തോളം നിയമത്തെ കബളിപ്പിച്ച അയാൾക്ക് ഒടുവിൽ മരണത്തിന് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു. 2005 മുക്താർ അൻസാരി ജയിലിലാണ്. പക്ഷേ അവിടെ ഇരുന്നും അയാൾ കൊലപാതകങ്ങൾക്ക് ഓർഡർ കൊടുക്കുന്നുണ്ട്. ഹരിശങ്കർ തിവാരി ഡസൻ കണക്കിന് ക്രിമിനൽ കേസുകൾ ഉണ്ടായിട്ടും ക്യാബിനറ്റ് മന്ത്രിയായിട്ട് വിലസുന്നുണ്ട്.
ചമ്പലിലെ കൊള്ളക്കാര് ലോക്കൽ ഗവൺമെന്റുകളെ നിയന്ത്രിക്കുന്നുണ്ട്. അതേസമയം പ്രയാഗ്രാജിൽ അത്തീഖ് അഹമ്മദ് എന്നൊരാള് ഉത്തർപ്രദേശ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു സാമ്രാജ്യം പടുത്തുയർത്തുകയായിരുന്നു. 1962 ഓഗസ്റ്റ് 10 അത്തീഖ് ജനിച്ചത്. അച്ഛൻ ഹാജി ഫിറോസ് അഹമ്മദ് ഒരു റിക്ഷ തൊഴിലാളിയായിരുന്നു. അവർ അങ്ങേയറ്റം ദരിദ്രരായിരുന്നു. അലഹബാദിലെ തെരുവുകളിലാണ് അത്തീഖ് വളർന്നത്. പഠിക്കാൻ അയാൾക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഹൈസ്കൂൾ ആയപ്പോഴേക്കും അയാൾ പരാജയപ്പെട്ടു. പഠനം നിർത്തി. 17-ാമത്തെ വയസ്സിൽ 79-ൽ അയാൾ തന്റെ ആദ്യത്തെ കൊലപാതകം നടത്തി. അത് എങ്ങനെയായിരുന്നു എന്നൊന്നും ഇപ്പോൾ പോലീസിന്റെ റെക്കോർഡുകളിൽ പോലുമില്ല. പക്ഷേ അന്ന് തുടങ്ങിയതാണ് അത്തീഖിന്റെ ഈ അക്രമാസക്തമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത്. 80കളുടെ അവസാനമായപ്പോഴേക്കും അത്തീഖ് ഒരു വലിയ ഗുണ്ടാ സംഘത്തെ തന്നെ വളർത്തിയെടുത്തു. ഭീഷണിപ്പെടുത്തി പണം തട്ടുക, തട്ടിക്കൊണ്ടുപോവുക, മോഷണം, ഭൂമി പിടിച്ചെടുക്കൽ, ഇതൊക്കെയായിരുന്നു അവരുടെ പരിപാടി. പക്ഷേ മുക്താർ അൻസാരിൽ നിന്നും അത്തീഖിനുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അത്തീഖിന് ഒരു പാരമ്പര്യവും ഉണ്ടായിരുന്നില്ല എന്നതാണ്. കുടുംബത്തിൽ ആർക്കും രാഷ്ട്രീയ സ്വാധീനമില്ല, വിദ്യാഭ്യാസമില്ല. വെറും പച്ചയായ ക്രൂരമായിട്ടുള്ള വയലൻസ് മാത്രമായിരുന്നു അയാളുടെ മൂലധനം. അത് അയാൾ അങ്ങേയറ്റം ഉപയോഗിക്കുകയും ചെയ്തു. അയാളുടെ രീതി വളരെ സിമ്പിളായിരുന്നു. പണമോ വസ്തുവോ ഉള്ള ഒരാളെ കണ്ടുപിടിക്കുക, ഗുണ്ടകളെ വിട്ട് അയാളെ ഭീഷണിപ്പെടുത്തുക, ഭീഷണി നടന്നില്ലെങ്കിൽ അയാളുടെ കുടുംബത്തിലുള്ളവരെ തട്ടിക്കൊണ്ടുപോവുക, എന്നിട്ടും വഴങ്ങുന്നില്ലെങ്കിൽ അയാളുടെ വീട് ചുട്ടു നശിപ്പിക്കുക, അതും ഫലിച്ചില്ലെങ്കിൽ അയാളെ കൊന്നുകളയുക, എന്നിട്ട് ആ വസ്തുവും പണവും ഒക്കെ സ്വന്തമാക്കുക. കോടതിയും നിയമമൊക്കെ എത്ര പതുക്കെയാണെന്ന് നമുക്കറിയാമല്ലോ. കേസ് കോടതിയിൽ എത്തുമ്പോഴേക്കും ആ വസ്തു അത്തീഖിന്റെയോ അയാളുടെ ആളുകളുടെയോ പേരിൽ രജിസ്റ്റർ ആയിട്ടുണ്ടായിരിക്കും. അത് തിരിച്ചുപിടിക്കുക എന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും. 27-ാമത്തെ വയസ്സിൽ അത്തീഖ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. അലഹബാദ് വെസ്റ്റിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് മത്സരിച്ചു. അയാൾ ജയിക്കുകയും ചെയ്തു. ആലോചിച്ചു നോക്കണം, ഒരുപാട് കൊലപാതക കേസുകളിൽ പ്രതിയായ പിടിച്ചുപറിക്കാരനായിട്ടുള്ള ഒരാള് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നു. ജനങ്ങൾക്ക് അയാളുടെ ഭരണത്തിൽ വിശ്വാസം ഉണ്ടായിട്ടൊന്നുമല്ല ഇത് സംഭവിച്ചിരിക്കുന്നത്. അവർക്ക് അയാളെ അത്രക്ക് പേടിയായിരുന്നു. പൂർവാഞ്ചലിൽ ഭയം എന്ന് പറയുന്നത് ഒരു കറൻസി പോലെയായിരുന്നു. അവിടെ അത്തീഖായിരുന്നു ഏറ്റവും വലിയ പണക്കാരൻ. 5 തവണ അയാൾ MLA ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. SP ടിക്കറ്റിലും സ്വന്തം പാർട്ടി ഉണ്ടാക്കിയും അയാൾ ജയിച്ചു. 2004-ൽ അയാൾ ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഫുൽപൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ട് അയാൾ പാർലമെന്റിലിരുന്നു. 100-ലധികം ക്രിമിനൽ കേസുകളുള്ള ഒരാൾ ഇന്ത്യയുടെ പാർലമെന്റിൽ ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ജനാധിപത്യം എത്രത്തോളം പരിതാപകരമാണെന്ന് മനസ്സിലാകും. MP ആയതോടെ അത്തീഖിന്റെ പവർ ഇരട്ടിയായി. പാർലമെന്ററി ഇമ്മ്യൂണിറ്റി കിട്ടിയതോടെ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ എളുപ്പമായി. വലിയ വലിയ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരുമായിട്ട് അയാൾക്ക് ബന്ധങ്ങളുണ്ടായി. അയാളുടെ സമ്പാദ്യം അവിശ്വസനീയമായിട്ടുള്ള രീതിയിലാണ് വളർന്നു വന്നത്. 2023-ലെ കണക്കനുസരിച്ചിട്ട് അത്തീഖിനും കുടുംബത്തിനുമായിട്ട് 11,000 കോടിയിലധികം രൂപയുടെ സ്വത്തുകൾ ഉണ്ടെന്നാണ് ഗവൺമെന്റ് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു റിക്ഷാ തൊഴിലാളിയുടെ മകൻ ഒരു ജന്മം കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇത്രയും തുക എന്ന് പറയുന്നത്. അതൊക്കെ വെറും മോഷ്ടിച്ചും തട്ടിയെടുത്തും ഉണ്ടാക്കിയതാണെന്ന് മറ്റൊരു കാര്യം. അത്തീഖിന് അഷ്റഫ് അഹമ്മദ് എന്നൊരു സഹോദരനുണ്ട്. അയാളും അത്തീഖിനെ പോലെ തന്നെ വളരെ ക്രൂരനായിട്ടുള്ള ഒരാളായിരുന്നു. ഇവർ രണ്ടുപേരും ഒരു ടീമായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. മുക്താർ അൻസാരിയെ പോലെ വലിയ ഇന്റർനാഷണൽ ബന്ധങ്ങളൊന്നും ഇവർക്കില്ലായിരുന്നു. പകരം അവർ അധികാരത്തിന്റെ അടുത്തേക്കെത്താൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. സമാജ്വാദ് പാർട്ടിയിൽ അത്തീഖ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളായിട്ട് മാറി. ഇലക്ഷൻ സമയത്ത് വോട്ട് പിടിക്കാനും ഗുണ്ടായിസം കാണിക്കാനും രാഷ്ട്രീയക്കാർക്ക് ഇയാളെ വേണമായിരുന്നു. പകരമായിട്ട് അയാൾക്ക് പോലീസിൽ നിന്നും കോടതിയിൽ നിന്നും സംരക്ഷണവും കിട്ടി. 2005-ലെ രാജ്പാൽ എന്നൊരു രാഷ്ട്രീയക്കാരൻ അത്തീഖിന്റെ സഹോദരനെ ഒരു ലോക്കൽ ഇലക്ഷനിൽ തോൽപ്പിച്ചു. അത്തീഖിനെ സംബന്ധിച്ചിടത്തോളം തോൽവി എന്നത് അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു. അയാൾക്ക് പ്രതിയോഗികളെ ഇല്ലാതാക്കാനേ അറിയൂ. അങ്ങനെ 2005 ഫെബ്രുവരി 25-ന് രാജ്പാൽ പകൽ വെളിച്ചത്തിൽ വെടിയേറ്റ് മരിച്ചു. അത്തീഖ് തന്നെയാണ് ഇത് ചെയ്യിച്ചത് എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു, ചോദ്യം ചെയ്യപ്പെട്ടു. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കോടതി അയാളെ വെറുതെ വിട്ടു. തെളിവില്ല എന്നായിരുന്നു കോടതിയുടെ മറുപടി എന്ന് പറയുന്നത്. സാക്ഷികൾ മൊഴി മാറ്റി, പതിവ് പരിപാടികൾ തന്നെ. പക്ഷേ ഒരാൾ മാത്രം പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അയാളുടെ പേര് ഉമേഷ് പാൽ എന്നായിരുന്നു. ഒരു വക്കീലായിരുന്നു അയാൾ. അത്തീഖിനെതിരെ കോടതിയിൽ സാക്ഷി പറയാൻ അയാൾ ഉറപ്പിച്ചു. 2006-ല് അത്തീഖിന്റെ ഗുണ്ടകൾ ഉമേഷിനെ തട്ടിക്കൊണ്ടുപോയി. മാസങ്ങളോളം അയാളെ ക്രൂരമായിട്ട് മർദ്ദിച്ചു. കുടുംബത്തെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. പക്ഷേ ഉമേഷ് വഴങ്ങിയില്ല. അയാൾ ശരിക്കും ഒരു ഹീറോ ആയിരുന്നു. ഒടുവിൽ അവർ അയാളെ വിട്ടയച്ചു. പക്ഷേ അവർ നൽകിയ സന്ദേശം വളരെ ക്ലിയർ ആയിരുന്നു. തങ്ങൾക്കെതിരെ നിന്നാൽ നീ കൊല്ലപ്പെടും എന്നുള്ളത്. അടുത്ത 18 വർഷം ഉമേഷ് ഭയത്തിന്റെ നിഴലിലാണ് ജീവിച്ചത്. ഇടയ്ക്കിടെ പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടുമായിരുന്നെങ്കിലും അതൊന്നും തികയുമായിരുന്നില്ല. നിരന്തരം വധഭീഷണികൾ വന്നുകൊണ്ടേയിരുന്നു. പക്ഷേ അയാൾ ഒരടി പോലും പിന്നോട്ട് പോയില്ല.
2019 ഉമേഷ് പാലിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ അത്തീഖ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. അയാൾ ജയിലിലായി. 30 വർഷത്തിന് ശേഷമാണ് അയാൾക്കെതിരെ ഒരു ഗൗരവകരമായിട്ടുള്ള വിധി വരുന്നത്. എന്നിട്ടും അയാൾ തോറ്റില്ല. ജയിലിനുള്ളിൽ ഇരുന്ന് തന്നെ അയാൾ കാര്യങ്ങൾ നിയന്ത്രിച്ചു. 2023 ഫെബ്രുവരി 24 ഉമേഷ് പാല് കൊല്ലപ്പെട്ടു. അത്തീഖിന്റെ ആളുകൾ പ്രയാഗ്രാജിലെ ഒരു തെരുവിൽ വെച്ചിട്ട് അയാളെ വെട്ടിവെച്ച് കൊന്നു. 18 വർഷത്തെ പോരാട്ടത്തിന് ശേഷം ഉമേഷ് കൊല്ലപ്പെട്ടു. അതൊരു പ്രതികാരമായിരുന്നു. താൻ ജയിലിലാണെങ്കിലും തന്നെ ആരും തൊടില്ലെന്ന് അത്തീഖ് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഈ കൊലപാതകം അത്തീഖിന്റെ അന്ത്യത്തിന്റെ തുടക്കമായിരുന്നു. യോഗി ആദിത്യനാഥ് ഗവൺമെന്റ് ഒരു കാര്യം തീരുമാനിച്ചു. അത്തീഖ് അഹമ്മദ് ഇനി ജീവനോടെ ഇരിക്കരുത്. അത്തീഖിന്റെ അന്ത്യത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ ഈ കാലഘട്ടത്തിലെ മറ്റു ചില ഗാങ്സ്റ്റേഴ്സിനെ കൂട്ടിയിട്ട് പറയേണ്ടതുണ്ട്. അമർമണി ത്രിപാഠി, രാജഭയ്യ, വികാസ് ദുബൈ ഇവരൊക്കെ രാഷ്ട്രീയവും ക്രിമിനലിസവും എങ്ങനെ കിട്ടുപിണഞ്ഞു കിടക്കുന്നു എന്നതിന്റെ ഉദാഹരണങ്ങളാണ്. അമർമണി ത്രിപാഠി ഒരു മുൻ മന്ത്രിയായിരുന്നു. ഹരിശങ്കർ തിവാരിയുടെ ശിഷ്യനെ വളർന്ന് പിന്നെ അയാളുടെ ശത്രുവായിട്ട് മാറിയ ഒരാൾ. 90കളുടെ അവസാനത്തിൽ അയാൾ മധുമിത ശുക്ല എന്നൊരു കവിയത്രിയെ പരിചയപ്പെട്ടു. മധുമിതക്ക് നല്ല കഴിവുണ്ടായിരുന്നു. അവർ സുന്ദരിയുമായിരുന്നു. അമർമണി വിവാഹിതനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ അയാളുമായിട്ട് പ്രണയത്തിലായി. അയാള് അവൾക്ക് ലക്നൌവിൽ ഒരു വീട് വാങ്ങിക്കൊടുത്തു. അങ്ങനെ മധുമിത ഗർഭിണിയായി. അമർമണിയുടെ ഭാര്യ മധുമണി ഇതറിഞ്ഞു. അവർക്ക് വലിയ ദേഷ്യം വന്നു. CBI അന്വേഷണത്തിൽ പറയുന്നത് മധുമിതയെ കൊല്ലാൻ പ്ലാൻ ചെയ്തത് അമർമണിയുടെ ഭാര്യയാണ് എന്നുള്ളതാണ്. 2003 മെയ് 9 2 ഗുണ്ടകള് മധുമിതയുടെ വീട്ടിൽ കയറി അവരെ വെടിവെച്ചു കൊന്നു. ആ 26-കാരിയുടെ കൂടെ അവളുടെ ഉള്ളിലെ കുഞ്ഞും മരിച്ചു. അമർമണി ആ ദിവസം ലക്നൌവിൽ ഉണ്ടായിരുന്നില്ല. തന്റെ പേര് ഇതിൽ വരാതിരിക്കാൻ വേണ്ടി അയാൾ മനഃപൂർവ്വം മാറി നിന്നതായിരുന്നു. പക്ഷേ ഈ കേസ് നാഷണൽ ന്യൂസ് ആയിട്ട് മാറുകയാണ്. മധുമിതയുടെ ഡയറി പോലീസിന് കിട്ടി. അതിൽ അമർമണിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. DNA ടെസ്റ്റ് നടത്തിയപ്പോൾ ആ കുഞ്ഞിന്റെ അച്ഛൻ അമർമണി തന്നെയാണെന്ന് തെളിയുകയും ചെയ്തു. 2007 കോടതി അമർമണിയെയും ഭാര്യയെയും ജീവപര്യന്ത തടവിന് ശിക്ഷിച്ചു. പക്ഷേ കഥ അവിടെയും അവസാനിച്ചില്ല. 16 വർഷം ജയിലിൽ കിടന്ന ശേഷം കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ യോഗി ഗവൺമെന്റ് അവരെ വിട്ടയച്ചു. അമർമണിയുടെ മകൻ അമർമണിയും ഇതേപോലെ തന്നെയായിരുന്നു. അയാളുടെ ഭാര്യ സാറ 2015 ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. അത് അപകടമാണെന്ന് അവൻ പറഞ്ഞെങ്കിലും CBI കണ്ടെത്തിയത് അത് കൊലപാതകം ആണ് എന്നുള്ളതാണ്. തലമുറകളായിട്ട് വയലൻസ് ആ കുടുംബത്തെ വേട്ടയാടുകയാണ്. പിന്നീട് വരുന്നത് രാജഭയ്യാണ്. കുന്ദ എന്ന മണ്ഡലത്തിൽ നിന്നാണ് 93 മുതൽ അയാൾ ജയിച്ചു വരികയാണ്. കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങി ഒരുപാട് കേസുകൾ അയാൾക്കെതിരെ ഉണ്ട്. 2002 പോട്ട നിയമപ്രകാരം അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. വർഷങ്ങളോളം ജയിലിൽ കിടന്നെങ്കിലും 2006 കോടതി അയാളെ വെറുതെ വിടുകയാണ് ഉണ്ടായത്. 2013 സിയാഉൽ ഹക്ക് എന്നൊരു DSP ഒരു കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കുന്തയിൽ പോയി. അവിടെ വെച്ച് ഒരു വലിയ ആൾക്കൂട്ടം അയാളെ വളഞ്ഞു. അവർ ആ ഓഫീസറെ മർദ്ദിച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. രാജഭയുടെ ആളുകളാണ് ഇതിന് പിന്നിലെന്ന് എല്ലാവരും പറഞ്ഞു. അയാൾ മന്ത്രിസ്ഥാനം രാജിവെച്ചെങ്കിലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ CBI അയാൾക്ക് ക്ലീൻ ചീറ്റ് നൽകി. അയാൾ വീണ്ടും മന്ത്രിയായി. ഒരു പോലീസ് ഓഫീസർ കൊല്ലപ്പെട്ടിട്ടും രാഷ്ട്രീയക്കാർക്ക് ഒന്നും സംഭവിച്ചില്ല. 11 വർഷത്തിന് ശേഷം കഴിഞ്ഞ മാസമാണ് ആ കേസിൽ 10 പേരെ കോടതി ശിക്ഷിച്ചത്. പക്ഷേ അതിൽ രാജഭയ്യ ഇല്ലായിരുന്നു. ആ വിധവ ഇപ്പോഴും നീതിക്ക് വേണ്ടി പോരാടുകയാണ്. കാരണം ഉത്തർപ്രദേശിൽ ഒരു പോലീസ് ഓഫീസറെ കൊല്ലുന്നതിനേക്കാൾ വലിയ അപകടമാണ് ഒരു രാഷ്ട്രീയക്കാരനെ എതിർക്കുന്നത്. ഇനി നമുക്ക് ഈ കാലഘട്ടത്തിലെ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു സംഭവത്തെക്കുറിച്ച് സംസാരിക്കാം. ബിക്കുറു കൂട്ടക്കൊല. 2020 ജൂലൈ 3 കാൺപൂരിലെ ബിക്കു ഗ്രാമം. വികാസ് ദുബൈ എന്നൊരു ഗാങ്സ്റ്റർ അവിടെ ദശാബ്ദങ്ങളായിട്ട് ഭരണം നടത്തുകയായിരുന്നു. സമാജ്വാദ് പാർട്ടിയുമായും BJPയുമായിട്ട് അയാൾക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. 60ഓളം ക്രിമിനൽ കേസുകൾ അയാൾക്കെതിരെ ഉണ്ടായിരുന്നു. ഒരിക്കൽ ഒരു മന്ത്രിയെ കൊന്ന കേസിൽ പോലും അയാളെ വെറുതെ വിടപ്പെട്ടു. 2020 ജൂലൈ 3 പോലീസ് വികാസ് ദുബൈയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാമത്തിൽ ചെന്നു. ദേവേന്ദ്ര മിശ്ര എന്ന DSPയുടെ നേതൃത്വത്തിലായിരുന്നു ആ സംഘം ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ കാത്തിരുന്നത് വലിയൊരു ചതിയായിരുന്നു. പോലീസിന്റെ വഴി JCBകൾ വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതും ചുറ്റുമുള്ള വീടുകളിൽ നിന്ന് വെടിവെപ്പ് തുടങ്ങി. AK-47 തോക്കുകൾ ഉപയോഗിച്ചാണ് വികാസ് ദുബൈയുടെ ആളുകൾ വെടിവെച്ചത്. 8 പോലീസുകാരെ അവിടെ മരിച്ചു വീണു. ഉത്തർപ്രദേശ് പോലീസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു അത്. ആ കൊലപാതകങ്ങൾ എത്ര ക്രൂരമായിരുന്നു എന്ന് കേൾക്കണം. DSP ദേവേന്ദ്ര മിശ്രയെ 4 തവണയാണ് വെടിവെച്ചത്. അയാളുടെ തല ചിതറിപ്പോയി. വെടിയുണ്ടകൾ കൊണ്ട് മാത്രം അവർ നിർത്തിയില്ല. വാളും കത്തിയും ഉപയോഗിച്ച് അയാളുടെ ശരീരം കഷ്ണങ്ങളാക്കി മാറ്റി. ഒരു കാല് മുറിച്ചു മാറ്റി. മറ്റു പോലീസുകാരെയും പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ വെടിവെച്ച് കൊന്നു. ഇത് വെറും കൊലപാതകങ്ങളല്ല, മറിച്ച് പോലീസിനോടുള്ള യുദ്ധ പ്രഖ്യാപനമായിരുന്നു. വികാസ് ദുബൈ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അടുത്ത ഒരു
വാരം ഉത്തർപ്രദേശ് പോലീസ് മുഴുവൻ അയാളെ തെരഞ്ഞു നടന്നു. ഒടുവില് മധ്യപ്രദേശിലെ ഉജ്ജയിനിലെ മഹാകലേശ്വർ ക്ഷേത്രത്തിൽ വെച്ച് അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഞാനാണ് കാൺപൂരിലെ വികാസ് ദുബെ എന്ന് അയാൾ വിളിച്ചു പറഞ്ഞു. തന്റെ പ്രശസ്തി തന്നെ രക്ഷിക്കുമെന്ന് അയാൾ കരുതിയിട്ടുണ്ടാകണം. പക്ഷേ അത് നടന്നില്ല. അടുത്ത ദിവസം ജൂലൈ 10 വികാസ് ദുബെ കൊല്ലപ്പെട്ടു. പോലീസ് പറയുന്നത് അയാളെ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ വെടിവെച്ചു കൊന്നു എന്നാണ്. അതൊരു എൻകൗണ്ടർ ആയിരുന്നു. പക്ഷേ അതൊരു വ്യാജ എൻകൗണ്ടർ ആണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. കോടതിയുടെയും നിയമത്തിന്റെയും വഴിവിട്ട് സ്റ്റേറ്റ് തന്നെ കൊലയാളിയായിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മൾ അവിടെ കണ്ടത്. അങ്ങനെ നമ്മൾ വീണ്ടും 2023 ഏപ്രിൽ 15 എത്തുന്നു. അത്തീഖ് അഹമ്മദ് മരിച്ച ദിവസം അത്തീഖിനെയും സഹോദരൻ അഷ്റഫിനെയും മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോയായിരുന്നു പോലീസ്. അവിടെ വെച്ചാണ് മാധ്യമപ്രവർത്തകരുടെ വേഷത്തിൽ വന്ന 3 പേര് അവർക്ക് നേരെ വെടിയുതിർത്തത്. 30-ലധികം റൗണ്ട് വെടിയുണ്ടകൾ അവിടെ പാഞ്ഞു. അത്തീഖും അഷ്റഫും അവിടെ തന്നെ മരിച്ചു വീണു. കൊലയാളികൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല. അവര് ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു. ഈ കൊലപാതകം മുഴുവനും TV-യിൽ ലൈവായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ഒരു മാഫിയ ഡോൺ ലൈവായിട്ട് കൊല്ലപ്പെടുന്നത് കണ്ടു. ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു കൊലപാതകമായിരുന്നു. കൊലയാളികൾ പറഞ്ഞത് അവർക്ക് ക്രിമിനൽ ലോകത്ത് ഫേമസ് ആകണം എന്നായിരുന്നു. പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന സത്യം ഇതൊരു സ്റ്റേറ്റ് സ്പോൺസേഡ് കൊലപാതകം ആയിരുന്നു എന്നതാണ്. അത്തീഖിനെ ജീവനോടെ വെച്ചാല് അയാൾ വീണ്ടും നിയമത്തെ വെല്ലുവിളിക്കുമെന്നും തലവേദനയാകുമെന്നും യോഗി ഗവൺമെന്റ് നല്ല രീതിയിൽ ഭയന്നിരുന്നു. അത്തീഖിന്റെ മരണശേഷം അയാളുടെ കുടുംബം മുഴുവൻ തകർന്നു. ഭാര്യ ഒളിവിലാണ്, മൂത്ത മകൻ ജയിലിലാണ്. രണ്ടാമത്തെ മകൻ അസദ് അത്തീഖ് കൊല്ലപ്പെടുന്നതിന് 2 ദിവസം മുമ്പ് ഒരു പോലീസ് എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടു. 35 വർഷം കൊണ്ട് പടുത്തുയർത്തിയ ആ സാമ്രാജ്യം വെറും ഒരാഴ്ച കൊണ്ട് തകർന്നു വീണു. ഇനി നമുക്ക് യോഗി ആദിത്യനാഥിന്റെ രീതികളെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. 2017 യോഗി അധികാരത്തിൽ വരുമ്പോൾ ഉത്തർപ്രദേശ് ക്രിമിനലുകളുടെ നാടായിരുന്നു. പഴയ ഗവൺമെന്റുകൾ ഈ ക്രിമിനലുകളെ താലോലിക്കുകയായിരുന്നു. കുട്ടികളല്ലേ, അവർക്ക് തെറ്റുപറ്റും എന്നായിരുന്നു അന്ന് അഖിലേഷ് യാദവ് ഒരിക്കൽ കുറ്റവാളികളെ ന്യായീകരിച്ചത്. പക്ഷേ യോഗി പറഞ്ഞത് ഞാൻ മാഫിയയെ മണ്ണിനോട് ചേർക്കും എന്നുള്ളതാണ്. അയാൾ അത് ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ 10,000-ലധികം പോലീസ് ഓപ്പറേഷനുകൾ നടന്നിട്ടുണ്ടായിരുന്നു. 23,000-ലധികം ക്രിമിനലുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. 186 പേര് എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടു. 14,000 കോടിയോളം രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. ബുൾഡോസറുകൾ മാഫിയയുടെ അനധികൃത കെട്ടിടങ്ങൾ തകർത്ത് കളഞ്ഞു. അതൊരു വലിയ മാറ്റമായിരുന്നു. പക്ഷേ അതിന്റെ മറുവശം നമ്മൾ കാണാതെ പോകരുത്. വിമർശകർ പറയുന്നത് യോഗിയുടെ രീതികളും മാഫിയയുടെ രീതികളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നുള്ളതാണ്. നിയമത്തിന് പുറത്ത് അധികാരം ഉപയോഗിക്കുക, കോടതിയെ മറികടന്ന് ശിക്ഷ നടപ്പിലാക്കുക, ഇതൊക്കെ ജനാധിപത്യത്തിന് വലിയ രീതിയിലുള്ള അപകടമാണ്. സ്റ്റേറ്റ് തന്നെ വിചാരണയില്ലാതെ ആളുകളെ കൊല്ലാൻ തുടങ്ങിയാൽ പിന്നെ ഭരണഘടനയ്ക്ക് എന്ത് വിലയാണുള്ളത്? ഭയത്തിലൂടെ ഭരണം നടത്തുന്ന മാഫിയയും വയലൻസിലൂടെ നീതി നടപ്പിലാക്കുന്ന സ്റ്റേറ്റും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ഇവിടെ ഒരു രാഷ്ട്രീയ അജണ്ട കൂടിയുണ്ട്. യോഗി ഒരു ഹിന്ദുത്വ നേതാവാണ്. അയാളുടെ ടാർഗറ്റുകളിൽ ഭൂരിഭാഗവും മുസ്ലിം ക്രിമിനലുകളായിരുന്നു. മുക്താർ അൻസാരി, അത്തീഖ് അഹമ്മദ്, അസം ഖാൻ. അത്തീഖിനെ കൊന്നവർ വിളിച്ചത് ജയ് ശ്രീറാം എന്നാണ്. ഇത് വെറും ഒരു ക്രമസമാധാന പ്രശ്നമല്ലെന്നും ഒരു പ്രത്യേക സമുദായത്തെ അടിച്ചമർത്താൻ വേണ്ടിയുള്ള നീക്കമാണെന്നും ആരോപണങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഗവൺമെന്റ് ഇത് നിഷേധിക്കുന്നുണ്ട്. വികാസ് ദുബെയും അമർമണി ത്രിപാഠിയും ഒക്കെ ഹിന്ദുക്കളായിരുന്നു എന്നവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എങ്കിലും ഒരു വിഭാഗത്തെ മാത്രം തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു എന്ന തോന്നല് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് വലിയ രീതിയിലുള്ള അപകടമാണ്. ഇപ്പോൾ ഉത്തർപ്രദേശിലെ പഴയ മാഫിയ സ്ട്രക്ചർ ഏതാണ്ട് തകർന്നു കഴിഞ്ഞു. വലിയ പേരുകളൊക്കെ ഇല്ലാതെ, പക്ഷേ അവർ സൃഷ്ടിച്ച സിസ്റ്റം ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. കോൺട്രാക്റ്റുകൾ ഇപ്പോഴും അഴിമതിയിലൂടെയാണ് വിതരണം ചെയ്യപ്പെടുന്നത്. രാഷ്ട്രീയ സംരക്ഷണം ഇപ്പോഴും പല ക്രിമിനലുകൾക്കും കിട്ടുന്നുമുണ്ട്. മുഖങ്ങൾ മാറി എന്നത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ട്രാജഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 തരം നിയമലംഘനങ്ങൾക്കിടയിൽ ഒന്നേ തിരഞ്ഞെടുക്കാൻ കഴിയൂ എന്നതാണ്. ഒന്നെങ്കിൽ ഗുണ്ടകളുടെ ഭരണം, അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ അടിച്ചമർത്തൽ. അത്തീഖിന്റെ വെടിയുണ്ടകൾക്കും യോഗിയുടെ ബുൾഡോസറിനും ഇടയിലാണ് യുപിയിലെ ജനങ്ങൾ ഉണ്ടായിരുന്നത്. 2017 യുപിയിലെ ജനങ്ങൾ സ്റ്റേറ്റിനെ തെരഞ്ഞെടുത്തു. തൽക്കാലം ക്രൈം റേറ്റ് കുറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ ഭാവിയിൽ ഒരു ഗവൺമെന്റ് ഇതേ ആയുധങ്ങൾ തങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കൾക്കെതിരെ ഉപയോഗിച്ചാൽ നമ്മൾ എന്തു ചെയ്യും? ഭരണഘടന ഒരിക്കൽ വളച്ചൊടിച്ചാൽ അത് പഴയപടിയാക്കാൻ പ്രയാസമാണ്. മാഫിയയെ തടയണമായിരുന്നോ എന്നതല്ല ചോദ്യം, തീർച്ചയായും വേണമായിരുന്നു. പക്ഷേ അതിന് നമ്മൾ നൽകിയ വില എന്താണ്? ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പണവും അധികാരവും ഉള്ളിടത്തോളം കാലം അണ്ടർവേർഡ് നിലനിൽക്കും. അത് രൂപം മാറും, പുതിയ രീതികൾ കണ്ടെത്തും. പാത്രങ്ങൾ മാറിയാലും കളി തുടർന്നുകൊണ്ടിരിക്കും. യുപിയിലെ ജനങ്ങൾ ഇപ്പോഴും ശരിക്കുള്ള നീതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അത് ബുൾഡോസറോ എൻകൗണ്ടറോ അല്ല, മറിച്ച് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന കോടതികളും പാവങ്ങളെ സംരക്ഷിക്കുന്ന പോലീസും ജനങ്ങളെ സേവിക്കുന്ന രാഷ്ട്രീയക്കാരുമാണ്. ആ സ്വപ്നം ഇപ്പോഴും ബാക്കിയാണ്.
ഇനി നമുക്ക് നോക്കേണ്ടത് യോഗി ആദിത്യനാഥിന്റെ ആ ഇരുണ്ട വശങ്ങളെ കുറിച്ചാണ്. ഇതാരും പുറത്തു പറയാൻ ആഗ്രഹിക്കാത്ത ചില സത്യങ്ങൾ കൂടിയാണ്. യോഗി ക്രിമിനലുകളെ ഇല്ലാതാക്കാൻ നോക്കിയാണെങ്കിൽ എന്തുകൊണ്ടാണ് തന്റെ കൂടെയുള്ള ക്രിമിനലുകളെ അയാൾ ശിക്ഷിക്കാത്തത്? 2013 മുസാഫർ നഗർ കലാപകാരികൾ എന്തുകൊണ്ട് ശിക്ഷിക്കപ്പെട്ടില്ല? RSS പ്രവർത്തകർക്ക് എന്തുകൊണ്ടാണ് മൈനോറിറ്റികളെ ഭീഷണിപ്പെടുത്താൻ ഇത്രയും സ്വാതന്ത്ര്യം കിട്ടുന്നത്? ഉന്നത ജാതിയിലുള്ള ക്രിമിനലുകൾ സംരക്ഷിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് മുസ്ലിം ദലിത് ക്രിമിനലുകൾ മാത്രം എൻകൗണ്ടറിൽ കൊല്ലപ്പെടുന്നത്? യഥാർത്ഥത്തിൽ യോഗി മാഫിയോടല്ല പോരാടുന്നത്, മറിച്ച് മുസ്ലിം ദലിത് വിഭാഗങ്ങളിലെ ക്രിമിനലുകളാണ്. തന്റെ ഐഡന്റിറ്റിക്ക് അനുയോജ്യമായിട്ടുള്ള ക്രിമിനലുകളെ അയാൾ സംരക്ഷിക്കുന്നുണ്ട്. ആദ്യത്തെ കാര്യം മുസാഫർ നഗർ കലാപമാണ്. 2013 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളാണ് അത് നടന്നത്. BJP നേതാക്കൾ അവിടെ പ്രകോപനപരമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തി. മുസ്ലിമുകളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഹിന്ദു കർഷകരെ ഇളക്കി വിട്ടു. ഏതാണ്ട് 62-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു. 40,000-ലധികം ആളുകൾക്ക് വീട് വിട്ട് ഓടേണ്ടി വന്നു. യോഗി അന്ന് MP ആയിരുന്നു. അയാൾക്കും മറ്റു 11 BJP നേതാക്കൾക്കുമെതിരെ കലാപം ഇളക്കിവിട്ടതിന് കേസുണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയായ ഉടനെ അയാൾ ചെയ്തത് എന്താണെന്നറിയോ? 2021 ആ കലാപവുമായി ബന്ധപ്പെട്ട 152 കേസുകൾ അയാൾ പിൻവലിച്ചു. അതിൽ 13 കൊലപാതക കേസുകളും 11 വധശ്രമ കേസുകളും ഉണ്ടായിരുന്നു. സ്വന്തം പദവി ഉപയോഗിച്ച് തന്റെ ആളുകളെ അയാൾ രക്ഷിച്ചു. ആ കൊല്ലപ്പെട്ടവർ സ്വഭാവദൂഷ്യം ഉള്ളവരായിരുന്നു എന്നാണ് നിയമസഭയിൽ അയാൾ അവരെക്കുറിച്ച് പറഞ്ഞത്. കൊല്ലപ്പെട്ടവർ മുസ്ലിമുകൾ ആണെങ്കിൽ ആ കൊലപാതകത്തിന് ബലിയില്ല എന്ന സന്ദേശമാണ് അവിടെ നൽകിയത്. സുപ്രീം കോടതി BJP നേതാക്കളുടെ പങ്കിനെ കുറിച്ച് പറഞ്ഞിട്ടും യോഗി അവരെ വെറുതെ വിട്ടു. കാരണം അവർ അയാളുടെ ഫുഡ് സോൾജേഴ്സ് ആയിരുന്നു. രണ്ടാമത്തെ കാര്യം ഈ സെലക്റ്റീവായിട്ടുള്ള എൻകൗണ്ടറുകളാണ്. ക്രൈം കുറഞ്ഞ് എന്ന് ഗവൺമെന്റ് അവകാശപ്പെടുമ്പോഴും കൊല്ലപ്പെടുന്നത് ആരാണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും ദളിത്, OBC, മുസ്ലിം വിഭാഗങ്ങളിൽ ഉള്ള ആളുകളാണ്. യോഗിയുടെ മണ്ഡലമായിട്ടുള്ള ഗോരഖ്പൂരിൽ ഇത്തരം എൻകൗണ്ടറുകൾ വളരെ കുറവാണ്. പടിഞ്ഞാറൻ UPയിലെ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലാണ് കൂടുതൽ കൊലപാതകങ്ങൾ നടക്കുന്നത്. ചന്നു സോങ്കർ എന്നൊരാളെ തന്റെ വീടിനടുത്തുള്ള തോട്ടത്തിൽ നിന്ന് പോലീസ് പിടിച്ചു കൊണ്ടുപോയി. അയാൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് വിളിച്ചിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ കേൾക്കുന്നത് അയാൾ എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ഇതേപോലെ രാംജി പാസി, ജയ്ഹിന്ദ് യാദവ് തുടങ്ങിയവരുടെ കേസുകളിലും പോലീസ് പറയുന്നത് സ്വയരക്ഷയ്ക്ക് വേണ്ടി വെടിവെച്ചു എന്നാണ്. പക്ഷേ ആ മൃതദേഹങ്ങളിൽ 10-20 വെടിയുണ്ടകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ എക്സിക്യൂഷൻ സ്റ്റൈൽ കൊലപാതകങ്ങളാണ്. പോലീസിന് ഓരോ കൊലപാതകത്തിനും 5 മുതൽ 10 ലക്ഷം രൂപ വരെ പാരിതോഷികം കിട്ടും. ഇത് വ്യാജ എൻകൗണ്ടറുകൾ വർദ്ധിപ്പിക്കാൻ കാരണമായി. ഇതിനൊക്കെ ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണയുമുണ്ട്. അത്തീഖും അഷറഫും കൊല്ലപ്പെട്ടപ്പോൾ അതൊരു ദൈവിക നീതിയാണെന്നാണ് UPയിലെ മന്ത്രിമാര് പറഞ്ഞത്. ഇത് നിയമപാലനമല്ല, മറിച്ച് നീതി എന്ന പേരിൽ നടത്തുന്ന കൊലപാതകങ്ങളാണ്. മൂന്നാമത്തെ കാര്യം ഹിന്ദു വിജിലന്റ് ഗ്രൂപ്പുകളാണ്. യോഗി മാഫിയ അടിച്ചമർത്തി എന്ന് പറയുമ്പോഴും യാഥാർത്ഥ്യത്തിൽ ചെയ്തത് നിയമത്തെ ഇല്ലാതാക്കിയിട്ട് ഇത്തരം ഗ്രൂപ്പുകൾക്ക് അധികാരം നൽകുകയായിരുന്നു. യോഗി തന്നെ തുടങ്ങിയ ഹിന്ദു യുവവാഹിനി എന്ന സംഘടന ഇന്ന് UPയിലെ പോലീസിനേക്കാൾ പവർഫുൾ ആണ്. അവർക്ക് പോലീസിനെയും അഡ്മിനിസ്ട്രേഷനെയും നിയന്ത്രിക്കാൻ പറ്റും. ലവ് ജിഹാദ്, പശു സംരക്ഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് പാവപ്പെട്ട ആളുകളെ വേട്ടയാടുകയാണ്. സലീം ഖുറേഷി എന്നൊരു ഇറച്ചി കച്ചവടക്കാരന്റെ ഫാക്ടറി ഇവർ പൂട്ടിച്ചു. നിയമപരമായി അത് തുറക്കാൻ അനുവാദം കിട്ടിയിട്ടും ഈ ഗ്രൂപ്പുകൾ അത് അനുവദിച്ചില്ല. BJPയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് പോലും അയാൾക്ക് ബിസിനസ് തുടരാൻ പറ്റിയില്ല. കാരണം അയാൾ മുസ്ലിം ആയിരുന്നു. മൈനോറിറ്റികൾക്ക് ബിസിനസ് ചെയ്യാനുള്ള അവകാശം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. നിയമമല്ല, മറിച്ച് ഈ സംഘടനകളുടെ ഐഡിയോളജിയാണ് ഇന്ന് UPയിൽ നടക്കുന്നത്. താഹിർ എന്നൊരാളെ വീട്ടിൽ കയറി അടിച്ചത് ഇതേ വിജിലാൻറ്റി ഗ്രൂപ്പുകളാണ്. തൊപ്പിവെച്ചാൽ തല തകർക്കുമെന്ന് അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പോലീസിനും ഇതിൽ വലിയ രീതിയിലുള്ള പങ്കുണ്ട്. RSS ആണ് സമൂഹത്തിന്റെ രക്ഷകർത്താക്കൾ എന്ന് വിശ്വസിക്കാൻ പോലീസ് നിർബന്ധിതരാവുകയാണ്. മതം നോക്കി കേസെടുക്കുന്ന ഒരു രീതിയാണ് അവിടെ ഇപ്പോൾ നിലവിലുള്ളത്. നാലാമത്തെ കാര്യം സ്വന്തം ക്രിമിനലുകളെ സംരക്ഷിക്കുന്നതാണ്. യോഗിക്കെതിരെ തന്നെ മുമ്പ് വധശ്രമം, കലാപം തുടങ്ങിയ ചാർജുകൾ ഉണ്ടായിരുന്നു. മുസ്ലിം ഖബർസ്ഥാനിൽ അതിക്രമിച്ച് കയറിയതിന് കേസും ഉണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി ആയ സമയത്ത് ആ കേസുകളൊക്കെ അയാൾ പിൻവലിക്കുകയും ചെയ്തു. ധനഞ്ജയ് സിംഗ് എന്നൊരു കുറ്റവാളി ഒളിവിലാണെന്ന് പോലീസ് റെക്കോർഡുകൾ പറയുമ്പോഴും അയാൾ BJP വേദികളിൽ ക്രിക്കറ്റ് ടൂർണമെന്റുകൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. കാരണം അയാൾക്ക് BJPയുടെ സംരക്ഷണമുണ്ട്. 2022 ഇലക്ഷനിൽ 100ഓളം BJP സ്ഥാനാർത്ഥികൾ ക്രിമിനൽ കേസുകൾ ഉള്ള ആളുകളായിരുന്നു. അവരെയൊന്നും യോഗി നേരിട്ടില്ല. അഞ്ചാമത്തെ കാര്യം ജാതി നോക്കിയുള്ള നീതിയാണ്. അപ്പർ കാസ്റ്റ് ക്രിമിനലുകൾ അവിടെ സുരക്ഷിതരാണ്. രാജബയ്യെ തന്നെ നോക്കൂ, 47 കേസുകൾ അയാൾക്കെതിരെ ഉണ്ട്. ഒരു DSPയെ കൊന്ന കേസിൽ പോലും അയാൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അയാൾ ഇപ്പോഴും മന്ത്രിയായും രാഷ്ട്രീയക്കാരനായും തുടരുന്നുണ്ട്. കാരണം അയാൾ ഒരു താക്കൂറാണ്, അപ്പർ കാസ്റ്റാണ്.
പക്ഷേ വികാസ് ദുബെയുടെ കാര്യം നോക്കൂ, അയാൾ ഒരു ബ്രാഹ്മണനായിരുന്നു. പക്ഷേ RSS ഹൈറാർക്കിയിൽ അയാൾ താഴ്ന്ന സ്ഥാനത്തായിരുന്നു. പോലീസുകാരെ കൊന്ന അയാൾ 24 മണിക്കൂറിനുള്ളിൽ കൊല്ലപ്പെട്ടു. വ്യത്യാസം മനസ്സിലായല്ലോ. പവർ ഉള്ളവർ ജയിക്കും, ഇല്ലാത്തവരെ കൊല്ലപ്പെടും. സാധുക്കൾ കൊല്ലപ്പെട്ട കേസുകളിലും പോലീസ് ആരെയും എൻകൗണ്ടർ ചെയ്തിട്ടില്ല. കാരണം അവർ ഹിന്ദുക്കളാണ്. മുസ്ലിങ്ങളും ദലിതുകളും മാത്രമാണ് വെടിയുണ്ടകൾക്ക് ഇരയാകുന്നത്. അഖിലേഷ് യാദവ് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മാഫിയ BJP ലീഗ് എന്നാണ് അയാൾ അതിനെ വിളിച്ചത്. BJP നേതാക്കൾക്കെതിരെയുള്ള ഒരു കേസും മുന്നോട്ട് പോകുന്നില്ല. പക്ഷേ പ്രതിപക്ഷത്തുള്ളവർക്കെതിരെ കേസുകൾ ഫാസ്റ്റ് ട്രാക്ക് ആയിട്ട് നടക്കുന്നുണ്ട്. ഇതൊരു രാഷ്ട്രീയ പ്രതികാരമാണ്. അപ്പോൾ ആരാണ് ശരിക്കുള്ള ക്രിമിനലുകൾ? തെരുവിൽ തോക്കെടുക്കുന്ന ഗുണ്ടകൾ മാത്രമല്ല, അധികാരത്തിലിരുന്ന് നിയമത്തെ വളച്ചൊടിക്കുന്ന നേതാക്കളും അവരെ സഹായിക്കുന്ന പോലീസും അഡ്മിനിസ്ട്രേഷനും ഒക്കെ ഇതിൽ പങ്കാളികളാണ്. മുമ്പ് മാഫിയകൾ ആളുകളെ കൊന്നിരുന്നെങ്കിൽ ഇന്ന് സ്റ്റേറ്റ് തന്നെ അത് ചെയ്യുന്നുണ്ട്. രണ്ടും ഭീകരത തന്നെയാണ്. പക്ഷേ സ്റ്റേറ്റ് ഇത് ചെയ്യുമ്പോൾ അത് നീതിയാണെന്ന് സ്ഥാപിക്കാൻ അവർക്ക് എളുപ്പമാണ്. ഇത് ജനാധിപത്യം അല്ല, മറിച്ച് നിയമത്തിന്റെ വസ്ത്രം ധരിച്ച ഏകാധിപത്യമാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വലിയ പ്രതിസന്ധിയിലാണ്. ക്രിമിനലുകളുടെ അഴിഞ്ഞാട്ടമാണോ അതോ സ്റ്റേറ്റിന്റെ അടിച്ചമർത്തലാണോ വേണ്ടതെന്ന ഒരു വിഷമഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. യോഗി മാഫിയെ തകർത്തു എന്ന് പറയുമ്പോഴും പകരം വന്നത് അതിനേക്കാൾ ഭീകരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ടെററാണ്. ഭരണഘടനയും നിയമവും ഒക്കെ ഇനി വെറും നോക്കുകുത്തികൾ മാത്രമാണ്. മുക്താർ അൻസാരി ജയിലിൽ മരിച്ചു, അത്തീഖ് ലൈവ് TVയിൽ കൊല്ലപ്പെട്ടു. പക്ഷേ രാജഭയ്യ ഇപ്പോഴും പവറിലുണ്ട്. വികാസ് ദുബെയെ കൊല്ലപ്പെട്ടു. വ്യത്യാസം ജാതിയും മതവും മാത്രമാണ്. നീതി ഇനി നിഷ്പക്ഷമല്ല, അത് നിങ്ങളുടെ മതം നോക്കിയാണ് തീരുമാനിക്കപ്പെടുന്നതെന്നാണ് പറയുന്നത്. മുസ്ലിമോ ദലിതനോ ആണെങ്കിൽ വിചാരണയില്ലാതെ തന്നെ സ്റ്റേറ്റ് നിങ്ങളെ കൊന്നേക്കാം. ഇതാണ് ഉത്തർപ്രദേശിന്റെ ഇന്നത്തെ ഒരു അവസ്ഥ. അത് വലിയൊരു അപകടത്തിന്റെ മുന്നറിയിപ്പ് കൂടിയാണ്.